ഹലോ, ഒടിയന്മാരുടെ ഐതിഹ്യം കേട്ടില്ലേ? നമുക്ക് കുട്ടിച്ചാത്തന്റെ ഐതിഹ്യം കേട്ടാലോ? അപ്പൊ നമുക്ക് സീരീസ് 5 കുട്ടിച്ചാത്തൻ. ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോ അവർക്കുണ്ടായ ഒരു പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളക്കാട്ട് നമ്പൂതിരിക്ക് ദൈവദത്തമായി കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. അതോടെ കാളക്കാട്ടില്ലത്തെ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായി അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചുവെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാലക്കാട്ടിലത്തിന്റെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ കാളയെ അറുത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപോകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷണി പ്രകാരമാണെന്ന് കരുതി ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷെ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ടം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടിക്കൊന്ന് 390 പീസുകളാക്കി 21 ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു. തീർത്ഥം വെച്ച് ചാത്തൻ കാലക്കാട്ടില്ലവും ബ്രാഹ്മണില്ലവും ചുട്ടു കഴിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ വേഷം കെട്ടിച്ച് പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമായി ആചരിക്കാൻ തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.